എന്നായി മലയ്ക്ക് പോണത്? ഓ അണ്ണ മാല ഇട്ടിട്ട് കുറെ ദിവസമായി. മലയ്ക്ക് പോകാൻ പൈസ ഒന്നും ഇല്ലണ്ണ. 7-ാം തീയതി പോണോന്നും പറഞ്ഞിരിക്കുന്നു. അവിടെ പെയ്യാലും പൈസ ഒന്നും കിട്ടൂല, അറിയാല്ല അണ്ണാ. അതെനിക്ക് അറിഞ്ഞൂടെ. പിന്നെ അവിടെ തന്നെ ഇപ്പൊ തന്നെ അനക്കറിയല്ല, പാളിയും അതും ഇതൊക്കെ അടിച്ചിട്ട് പോയി. എല്ലാം മോഷണം പോയണ്ണ. എന്ത് പറയാൻ പറ്റുമോ? ഇനിയിപ്പൊ നീ അവിടെ പോകുമ്പോ അയ്യപ്പൻ കൂടെ അവിടെ കാണുമെന്ന് അറിഞ്ഞൂടാ. അയ്യോ, അതാണ് സംശയം നമുക്ക്. അയ്യപ്പനെ അവിടെ കാണുമോ? എന്താണ് അവിടെ പരിപാടി? അല്ലേ, നമ്മള് മലയ്ക്ക് വന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പോണത്? 7-ാം തീയതി പോണോളേ. എവിടെ കൊണ്ടുപോകണം? ഓ പിന്നെ എടേ, മലയ്ക്ക് അവിടെ അയ്യപ്പോടെ ഉണ്ട്. അതിലല്ലേ നമുക്ക് ഇപ്പൊ സംശയം. അത് ശരിയെന്നല്ല. എനിക്കാണെങ്കിൽ പിന്നെ പണ്ടേ ഇതിലൊന്നും വലിയ വിശ്വാസം. എനിക്കറിയാം, നീ നിരീശ്വരവാദിയാണല്ലോ. അമ്പലത്തിലും പോവില്ല, പള്ളിയിലും പോവില്ല. അതുകൊണ്ടല്ല. എത്രയോ വർഷം കൊണ്ട് പുള്ളി ആ കുന്നിന്റെ മണ്ടേ കയറിയിരിക്കുന്നത്. ആരെങ്കിലും ഒന്ന് എടുത്ത് മാറ്റേണ്ടത്. നീ ആവശ്യമില്ലാത്ത മാത്രം പറയരുത് കേട്ടോ. നമ്മളെ വിശ്വാസത്തിൽ കൈയിടരുത്. ഞാനൊന്നും പറയുന്നില്ലേ. സർക്കാരിന് നിന്നെ പോലെയുള്ള ആൾക്കാർക്കും കംപ്ലീറ്റ് നമ്മളെ വിശ്വാസത്തിലാണ് അല്ലേ. ഞാൻ പറയാനുള്ള പറഞ്ഞ് നിങ്ങൾ അതേപോലെയൊക്കെ ചെയ്യും. നീ എവിടെ പോണു? എനിക്ക് നാളെ പത്മനാഭസ്വാമി ക്ഷേത്രം വരെ പോകണം. പൊന്നളിയ, അവിടെ നിന്ന് പാളി മാത്രമേ മോഷണം പോയുള്ളൂ. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ 5000 ക്യാമറയുണ്ട്, മനസ്സിലായ? അവിടെ നിന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല. നീ നാളെ വാർത്താ ചാനലിലൊക്കെ നിറയും. പിന്നെ അല്ല അടുത്ത് വളയ്ക്കാടാ. ഒന്നാമതേ സമയം ശരിയല്ല. അങ്ങനെ പോയാലേ അതിനൊക്കെ സമ്മതിക്കണം. എന്തോന്ന് സമ്മതിക്കണം? യേശു ക്രിസ്തു. എടാ, പുള്ളി മരിച്ചു കഴിയുമ്പോ അവിടെ ഒരു പടം കൂടി മാത്രമാണ് ഉണ്ടായിരുന്നത്. നിനക്കിപ്പോ പള്ളിയിൽ വിശ്വാസമായ? അതുകൊണ്ടല്ലെന്ന്. പിന്നെ എടാ, പുള്ളി പോയപ്പോ മലന്ന് കൊണ്ടുപോയാ ആ തുണി അവിടെ ഇട്ടിട്ടാ പുള്ളി അങ്ങനെയാണ് പോയത്. അത് ശരിയെന്നെ, ശരിയാണ്. പക്ഷെ നമ്മളതൊന്നും ബാധിച്ചില്ല.